സുഹൃത്തുക്കളെ, പ്രമേയത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് സെക്രട്ടറി പറഞ്ഞു. ഞാനത് വായിക്കുന്നില്ല. ഞാനതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാം. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻസ്റ്റൻസ് ഞാൻ സൈറ്റ് ചെയ്തോട്ടെ. ഒരു കുട്ടിക്ക് കലശലായ അസുഖം. കുട്ടിയുടെ അച്ഛൻ കുട്ടിയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അസുഖമൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷെ ഒരു സർജറി വേണം. അപ്പോൾ കൊണ്ടുപോയി കുട്ടിയുടെ അച്ഛനാകെപ്പാട് അപ്സെറ്റായി. കുട്ടിക്ക് സർജറി. അയ്യോ, അത് പറ്റത്തില്ല ഡോക്ടറെ, സർജറി ഒന്നും വേണ്ട, മരുന്ന് കൊടുത്ത് ശരിയാക്കിയാൽ മതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്ന് കൊടുത്താൽ ശരിയാവത്തില്ല, ഒരു 6 മാസം കൂടെ കുട്ടി ജീവിച്ചിരിക്കും, അത്രയും ഗ്യാരണ്ടി വേണമെങ്കിൽ ഞാൻ തരാം, അതിനപ്പുറം ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇതാണെന്ന് നമ്മുടെ ക്ലബിൻ്റെ സ്ഥിതി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ 1987 ക്ലബ്ബ് തുടങ്ങി. 95 വരെ, അന്ന് 2008 ഈ പുതിയ ബിൽഡിംഗ് വരുന്നത്. അതിനു മുമ്പ് ഇങ്ങനെ പലയിടത്തായിട്ട് നമ്മൾ കൂടുന്നു. നമുക്ക് കൂടാനായിട്ട് ഒരു ഓഡിറ്റോറിയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നു. അവിടെ നമ്മൾ ഫുഡ് കൊടുക്കണമായിരുന്നു. ആ ഫുഡ് നമ്മൾ ആദ്യമൊക്കെ പിരിച്ച് ആയിട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ സമയത്ത് ഞാനില്ല, ഞാൻ പുതിയ ബിൽഡിംഗ് വന്ന് 2008 ജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പഴയ പ്രസിഡൻറ്റ് കനകരായ സാറിൻ്റെ ഒരാശയമായിരുന്നു ഈ MBF. അങ്ങനെ MBF വന്ന് തുടങ്ങി. ആൾക്കാർ നല്ല രീതിയിൽ സഹകരിച്ചു, അതിൻ്റെ പൈസ കിട്ടി. അപ്പോൾ അന്നത്തെ ആ ചിലവുകൾ അങ്ങനെ, അന്ന് ചിലവ് കുറവായിരുന്നു. ഈ ഒരു മെയിനായിട്ട് ഈ ഒരു മീൽസ് പ്രശ്നം മാത്രമേ ഉള്ളൂ. 2008 പുതിയ ബിൽഡിംഗ് വന്നു. ഏത്? അല്ലല്ല, ഓട്ടെ, ആ വർഷത്തിൻ്റെ ഒരു പ്രസംഗമില്ല. അത് ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ് ശരിക്കും അദ്ദേഹം ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ ഒരു ഓർമ്മ 1995 പോട്ടെ, അതാണെങ്കിൽ അങ്ങനെ എന്തായാലും. അപ്പോൾ MBF നിലവിൽ വന്നപ്പോഴാണ് അങ്ങനെ ഒരു ഇൻകം വന്നു തുടങ്ങിയത്. കാര്യം ഒരു വലിയ പ്രശ്നമായിരുന്നു തന്നെ അവർ അന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്. കാര്യം പൈസ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് തന്നെ ഫാമിലി പിന്നെ ആരും വരത്തില്ല, അത് ഷെയർ കൊടുക്കണം. അങ്ങനെയാണ് ഇത് വരുന്നു. അതിൽ നിന്നുള്ള ഇൻകം വന്നു തുടങ്ങി. ഫാമിലി പേരിൽ നമ്മൾ ഒരു കണ്ടീഷനും ഇല്ല, നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങി. 2008 ഈ ബിൽഡിംഗ് വന്നു. ബിൽഡിംഗ് വന്നപ്പോൾ സംഗതി മാറി. നേരത്തെ ചിലവുകളൊന്നുമില്ല, ഈ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ. ഒരു ബിൽഡിംഗ് ഇത്രയും വലിയൊരു, ആദ്യം ഒരു ബിൽഡിംഗ് വന്നു, അതിന് പിന്നെ ഇത്തരത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്തു. അപ്പോൾ അത് വാസ്തവത്തിൽ മോഡിഫൈ, നമ്മളിവിടെ നിന്ന് കാശൊന്നും ഉണ്ടായിട്ടല്ലേ ഇത് മോഡിഫൈ ചെയ്തത്. എനിക്ക് തോന്നുന്നൊരു 10 ലക്ഷം രൂപ പോലും ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ ഉദാര മനസ്സ് അല്ലെങ്കിൽ അതിനുള്ള ശേഷി ഒക്കെ കൊണ്ട്, നല്ല മനസ്സുകൊണ്ട് ഇന്ന് നമ്മൾ ഇരുന്ന് സുഖമായിട്ടിരുന്ന് പങ്കെടുക്കുന്ന ഈ ഒരു കെട്ടിടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ പ്രശ്നം അതല്ല, ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യണം, വലിയ തുക നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഈ ഒരു സ്ഥാപനം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കുന്നില്ല. നമുക്ക് കറണ്ട്, ഇലക്ട്രിസിറ്റി, പിന്നെ ലിഫ്റ്റുണ്ട്, അതിൻ്റെ AMC, സ്റ്റാഫിൻ്റെ ശമ്പളം, ഇതെല്ലാം കൂടെ ടാക്സ് ഒരു വലിയ എമൗണ്ടാണ്. നമുക്ക് കൊമേഴ്ഷ്യൽ ടാക്സാണ് വരുന്നത്. 1.5 ലക്ഷം കൊണ്ട് ഒരു അർദ്ധവാർഷികം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു മാസം ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെയുള്ള ഈ സ്ഥാപനം ഇപ്പോൾ എങ്ങനെ നടന്നു കൊണ്ടുപോകുന്നു? ഈ MBF തുടർന്ന് പോകുന്നു. ഈ MBFൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ, മുമ്പ് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ഇതിനകത്തൊരു താല്പര്യവും മനസ്സും കോപ്പറേഷനും ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ ചേരും, നിർബന്ധിക്കണം. അതിനുള്ള ക്രെഡിറ്റ് വാസം നമ്മൾ ഈ ഇപ്പോൾ ഔട്ട് ഗോയിങ് സെക്രട്ടറി ആൻഡ് ട്രഷറർ അതൊക്കെ അത് കൊടുത്തേ മതിയാവും. അദ്ദേഹം ഒരു ബാങ്കറാണ്. അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ഈ വാസത്തിൽ, ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട് എന്നെ കൊണ്ട് സഹായിച്ചിട്ടില്ല. ഞാൻ അന്നും അദ്ദേഹമുണ്ട്, അദ്ദേഹമാണ് അന്ന് ജോയിൻറ്റ് സെക്രട്ടറി ഓട്ടിക്കുന്നത്, അദ്ദേഹം തന്നെയാണ് നോക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ചില സഹായങ്ങൾ ചെയ്യുന്നുള്ള കഴിച്ചാൽ അതിൻ്റെ മെയിൻ ലീഡ് റോൾ ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് രാജേന്ദ്രൻ തന്നെയാണ്. ഇപ്പോൾ രാജേന്ദ്രൻ എന്താ ഇപ്പോൾ പടി ഇറങ്ങുക. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അത്രത്തോളം നമ്മളൊരാൾ മുമ്പിൽ നിന്ന് നയിക്കാൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ നിർബന്ധിച്ച്, പ്രേരിപ്പിച്ച്, പലതരത്തിൽ സ്വാധീനിച്ച് ഈ MBF നടത്തി കൊണ്ടുപോകുന്നത്. ഇത്രയും ആൾക്കാരെ ചേർത്തിട്ട് നമ്മൾ 600ഓളം മെമ്പേഴ്സ് ഇപ്പോൾ ആയി, 585ഓളമായി. 200 താഴെ, അതായത് 1/3, ബിലോ 1/3 ആൾക്കാരാണ് ഈ MBF സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഈ 1/3 ആൾക്കാരുടെ പൈസ കൊണ്ടാണ് നമ്മുടെ ഈ ക്ലബ്ബ് നടത്തി കൊണ്ടുപോകുന്നത്. അത് ശരിയാണോ? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. കാര്യം മറ്റുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുത്തു, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ചിലർ ഇവിടെ വരുന്നൊക്കെ ഉണ്ടാവും, നമ്മൾ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ 1/3 ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ, ആ പൈസ കിട്ടണമെങ്കിൽ ചെറുതങ്ങ് കിട്ടത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ടണം, ഒരുപാട് ശ്രമിക്കണം. ഒരു സ്കീം കൊണ്ട് 25-30 മാസം ആകുമ്പോൾ തീരും.
മുമ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഴയ സ്കീമുള്ള ആൾക്കാരെ എടുക്കുകയാണ്. അതിനകത്ത് 2-3 പേരെ വിഡ്രോ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർ 3-4 സ്കീമൊക്കെ അന്ന് വളരെ മനസ്സോടെ അത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. ഒരെണ്ണം കൂടെ തീരാഞ്ഞ് കാത്തിരിക്കുകയാണ്. അതോടെ തലാൻ പറഞ്ഞങ്ങ് പോയേക്കുക. പിന്നെ ഇവരുടെ തലവേദനയാണ് ഈ 25 വരെ കണ്ടുപിടിക്കണം. എന്തെല്ലാം ബുദ്ധിമുട്ടിയാണ് ഇത്രയും നദി കൊണ്ടുപോകുന്നത്. അങ്ങനെ നടത്തുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ചിലവുകളെല്ലാം ബുദ്ധിമുട്ടുള്ളത്. ഇപ്പം നമ്മൾ മെമ്പർഷിപ്പ് മേടിച്ച് ചെയ്യുന്നത് ഇങ്ങനെ ചിലവാക്കാനുള്ളതല്ല. മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് മേജറായിട്ടുള്ള ഇപ്പോൾ സ്ഥലം വാങ്ങിക്കൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിന് എന്തെങ്കിലും കാര്യമായി പറ്റും, അതൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. നമുക്ക് ദൈനംദിന ചിലവുകൾക്കുള്ളതല്ല. അപ്പോൾ അതൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ 1/3 ആൾക്കാർ, മൊത്തം ഉള്ളതിൻ്റെ 1/3 ആൾക്കാർ ഇതിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട് എത്ര നാൾ പോകണം, എങ്ങനെ നമുക്ക് അവരെ പ്രേരിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും, അത് നമ്മൾ ആലോചിക്കേണ്ട കേസാണ്. അത് സാധിക്കില്ല. അതൊരു ന്യായവുമില്ല, ഒരു യുക്തിയില്ല അതിന്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലബ്ബ് നടത്താനുള്ളൊരു ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ഈ 585 മെമ്പേഴ്സിനുമുണ്ട്. അതിനുള്ള ഉത്തരവാദിത്വം അവരെടുക്കുക തന്നെ വേണം. ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയല്ലേ. പിന്നെ നമുക്കെന്താ, ഇപ്പോൾ അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കനകരാജൻ സാറിൻ്റെ ബുദ്ധിയിൽ തോന്നിയ സംഗതി തുടർന്നു, അത് വളരെ സക്സസ്ഫുൾ നടത്തിക്കൊണ്ടുപോയി, പൈസ കിട്ടിക്കൊണ്ടിരുന്നു, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, ശരിയാണ്. പക്ഷെ അത് അനിശ്ചിതമായിട്ട് ഇനി അത് തുടർന്നുകൊണ്ട് പോകുന്നത് ശരിയല്ല. എല്ലായിടത്തും ഉള്ളതുപോലെ അതിനുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാ മെമ്പേഴ്സിനും ഈക്വലായിട്ട് വരണം. അതിനുള്ള പോംവഴിയാണ് ഈ വരിസംഖ്യ എന്ന് പറയുന്നത്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അതൊരു റീസണബിളായിട്ട് അങ്ങനൊരു വരിസംഖ്യയെക്കുറിച്ച് ആലോചിക്കണം. എല്ലാവർക്കും ഉത്തരവാദിത്തം മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഒരു 10, 100, 150 പേര് അല്ലെങ്കിൽ 200 താഴെയുള്ള ആൾക്കാരാണ് ഇവിടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ക്ലബ്ബായിട്ടൊരു ബന്ധമില്ല. ഇപ്പോൾ ഇലക്ഷനെ പ്രേരിപ്പിക്കുന്നതിന് വോട്ട് ചെയ്യാൻ വരും. ഇവിടെ ബിൽഡിംഗ് കയറിയാൽ എവിടെ വോട്ട് ചെയ്യാൻ വേണ്ട, മുകളിലത്തെ നിലയിൽ പോകേണ്ടത് എങ്ങനെയാണ്, ഏത് വഴിയാണ് പോകേണ്ടത്, അതുപോലും അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആകുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഇതിനോട് നമുക്കൊരു താല്പര്യവും സ്നേഹവും ഒക്കെ വരും, ഒരു അറ്റാച്ച്മെൻറ്റ് വരും. അത് വരണം. അതുകൊണ്ട് ഇതൊരു ഈ MPF എന്ന് പറയുന്നൊരു ശാശ്വതമായ കാര്യമല്ല. മാത്രമല്ല അതിന് സാങ്കേതിക കാര്യങ്ങൾ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. കാരണം നിങ്ങളെ പേടിപ്പിക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ MPF കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന് യാതൊരു സംശയം. നമ്മൾ പലതവണ ഇതൊക്കെ ആൾക്കാരടുത്ത് പറഞ്ഞതാണ്. ഞാനും നമ്മുടെ എല്ലാവരും വരവിളയുന്ന സമയത്ത് ഞങ്ങളിത് തുടങ്ങി വെച്ചു. ആദ്യം വോളണ്ടറി എന്ന് പറഞ്ഞു, എന്നിട്ടൊന്നും ആദ്യം വരുന്നവരും പൈസ തന്നില്ല. പക്ഷേ നമുക്ക് വോളണ്ടറി ആയ പോരാ, ഇത് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് പറയും, ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ഇങ്ങനൊരു കാര്യമൊന്നും പറഞ്ഞില്ല, വേണ്ടെന്നാണ് പറഞ്ഞത്. ശരിയായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു റിയൽ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങളത് കേട്ടു, അകത്ത് വന്നപ്പോൾ മനസ്സിലായല്ലോ സംഭവങ്ങൾ ഇതൊക്കെയാണെന്നുള്ള കാര്യം. അപ്പം നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ സഹകരിച്ചേ മതിയാവുള്ളൂ. ഒരു ചെറിയൊരു ഇതുപോലെ പറയാം. ഒരു ഇൻസ്റ്റൻസ്, ഇപ്പോൾ കല്യാണാലോചന വന്ന് പയ്യൻ നല്ല പെൺകുട്ടിക്ക് നല്ല വരുമാനമുണ്ട്, എന്നാണ് ഒരുപാട് വാടകയ്ക്കെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ കാശുണ്ട്, ഏത് ജോലിക്ക് പോയാലും കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളമുണ്ട്, അല്ല വരുമാനമുണ്ട്. അപ്പോൾ ശരി, കൊള്ളാം, കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഈ കിട്ടുന്ന വരുമാനം റെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് കുറേ കഴിഞ്ഞപ്പോൾ റെൻറ്റ് കുറഞ്ഞ് അത് 0 ആയി. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ജോലിയും എല്ലാം കളഞ്ഞ് ഈ റെൻറ്റ് ആസ്വദിച്ച് ഒരു ജോലിയും ചെയ്യാതെ ഇനി ഇരിക്കരുത്. ഒന്നും വരുമാനം ഇല്ലായപ്പോഴത്തേക്ക് നിവൃത്തിയില്ല, ഓട്ടം തുടങ്ങി പാടുപെട്ട് കഷ്ടപ്പെട്ട് ജോലിയോടെ ജീവിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. അതാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇപ്പം നമ്മൾ വെളിയിലുള്ള ചിലപ്പോൾ ഒരു പക്ഷേ മെമ്പർഷിപ്പ് എടുപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതല്ല എൻ്റെ റിയാലിറ്റി. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായി. ഇനി നമ്മുടെ ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. അല്ല, എനിക്ക് അന്ന് എന്ത് പറഞ്ഞെന്നുള്ളതല്ല, ഇപ്പോൾ ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഈ 700 പേരെ എടുക്കാൻ പോകുന്നു, അത്രയും പേർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതല്ല സ്ഥിതി. ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. അതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള ഈ സബ്സ്ക്രിപ്ഷൻ അത് എത്രയാണെന്ന് വെച്ചാൽ ഉചിതമായി ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു തത്വത്തിലുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ട്, ഇപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് അതിന് വേണ്ടി എടുക്കാം, അതിനുവേണ്ടി സ്റ്റഡി ചെയ്യാം, അതെങ്ങനെയൊക്കെ നടപ്പിലാക്കണം എന്നറിയിക്കാം. നടപ്പിലാക്കിയിട്ട് പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുടെ അടുത്ത് പറയാം. ഇപ്പോൾ പുതിയ കമ്മിറ്റിയെ നമ്മളത് ഏർപ്പാടാക്കണം എന്നാണ് എൻ്റെ എളിയ അപേക്ഷ. അത് നിങ്ങൾ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ സഹകരിക്കുക. അതെ, പുതിയ കമ്മിറ്റി തീരുമാനിക്കുകയല്ല. പുതിയ കമ്മിറ്റിക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ തീരുമാനം ഒരു തത്വത്തിലെടുത്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറയണം. പുതിയ കമ്മിറ്റി തീരുമാനിച്ചോട്ടെ, കമ്മിറ്റിയുടെ തന്നെയാണ് പുതിയ കമ്മിറ്റിയെ നടപ്പിലാക്കേണ്ടത്. ഇവരല്ല.
ജനറൽ ബോഡി ഇപ്പം നിങ്ങൾ ഇത് ഒരു തത്വത്തിൽ അംഗീകരിച്ച് അവരെ ഏൽപ്പിക്കുക. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇൻ പ്രിൻസിപ്പിൾ അതിൻ്റെ ഒരു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് 100% നരേന്ദ്രമോദി ശരിയാണ്, ചെയ്യേണ്ടത് പുതിയ കമ്മിറ്റി തന്നെയാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഈ ഔട്ട് ഗോയിങ് കമ്മിറ്റിയുടെ ആളായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിനകത്തുള്ള ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്കാണ്. എനിക്കിത് ആദ്യം മുതലേ ഞാൻ വന്ന നാൾ തൊട്ടേ ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത് വന്ന നാൾ തൊട്ട് ഉടൻ തന്നെ. അപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അതിൻ്റെ അന്ന് അക്കൗണ്ട്സ് ഉണ്ടാക്കലും അതിനുശേഷം ഇന്റേണൽ ഓഡിറ്ററായിട്ടും പിന്നെ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ടൊക്കെ ഇരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എനിക്കല്ലാതെ വേറെ ഒന്നുമില്ല. അത് നിങ്ങളെ പുതിയ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ല ഇവിടെ ഒരു തീരുമാനമില്ല. ഇത് തത്വത്തിൽ നിങ്ങൾ ഇത് വേണമെന്നത് വന്നു കഴിഞ്ഞാൽ അടുത്ത കമ്മിറ്റി അത് സ്റ്റഡി ചെയ്തോട്ടെ, അത് എങ്ങനെ നടപ്പിലാക്കാമെന്ന് ആലോചിക്കട്ടെ, അത് നടപ്പിലായിക്കോട്ടെ, അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ഈ ഒരു വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ പൂർണ്ണമായിട്ടും ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ളതാണ് ഈ പറയുന്നത്. അതിനകത്ത് വേറെ ഒരു വേർതിരിവിൻ്റെ ഒന്നും പ്രശ്നമല്ല, ഒരു ഈഗോയുടെയും പ്രശ്നം എടുക്കരുത്. ഇത് നമ്മുടെ ക്ലബിൻ്റെ ഒരു ആവശ്യമാണ്. അത് നിങ്ങൾ മുന്നിൽ കണ്ട് അത് അങ്ങനെ ചെയ്ത് തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ശശികുമാർ സാറിൻ്റെ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പിന്നെ മെമ്പർഷിപ്പിന് ഒരു വരിസംഖ്യ ഫിക്സ് ചെയ്ത് മേടിക്കുക തരുവണം. ശശികുമാർ സാറിനെ കോട്ടിയോണ്ട് ഞാൻ പറയാം, 2 മസാല ദോശ വേണമെങ്കിൽ ഇപ്പോൾ എത്ര രൂപ കൊടുക്കണം? 2 മസാല ദോശ വേണമെങ്കിൽ നമ്മളിപ്പോൾ മാസം തോറും നമ്മളിവിടെ ഇതെല്ലാം നടത്തുന്നുണ്ട്. എത്ര പേര് വരുന്നതെന്ന് ഒരു രക്ഷയില്ല. വരുന്നവർക്കെല്ലാം നമ്മൾ ഫുഡ് കൊടുക്കും അല്ലേ, നമ്മുടെ ഈ വരുമാനത്തിൽ നിന്ന്. പക്ഷേ പിന്നെ ആ വരുമാനം അത് ഉറപ്പാക്കണം. ആ വരുമാനം നമ്മൾ ഉറപ്പാക്കണം. ഇപ്പോൾ വരുമാനത്തിന് ഉറപ്പില്ല. ഇത് എത്ര നാൾ പോകുമെന്നറിയില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. 25 ലക്ഷം ബാങ്ക് കിടക്കുന്ന എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ആഹാരം കഴിക്കാനും മറ്റും ഉള്ളതല്ല. അത് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് പറഞ്ഞിട്ട് നിർത്താം. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഇത്രയും കാലത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഇതുകൊണ്ട് ഒരുപാട് ബന്ധപ്പെട്ടുള്ള ആളാണ്. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഉത്തരവാദിത്വം തോന്നിയിട്ട് ഞാനിത് പറയുകയാണ്. ഇത് ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടതെന്നുള്ള എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഉചിതമായ തീരുമാനം എടുക്കുക. അല്ലാതെ എനിക്ക് ഇതിനകത്ത് വേറെ ഒരു അജണ്ടയും ഇല്ല. ഓക്കെ, ഗോഡ്. ഞാനിത് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാത്ത കാര്യമായതുകൊണ്ടൊരു ഫൈനൽ തീരുമാനമല്ല ഞാൻ വാസ്തവത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു ഇൻ പ്രിൻസിപ്പിൾ തീരുമാനം. ഇതിപ്പോൾ തത്വത്തിൽ ഇവിടെ സംസാരിച്ചെന്നൊക്കെ പലരുടെയും അഭിപ്രായം തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു വരുമാനം ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യം അപ്രൂവ് ചെയ്താൽ മാത്രം മതി. ഇൻ പ്രിൻസിപ്പിൾ നിങ്ങൾ അപ്രൂവ് ചെയ്യുക. എന്നിട്ട് നടപ്പിലാക്കുന്ന ഇഷ്യൂ നമുക്ക് അത് എത്ര വേണം, എങ്ങനെ വേണം, അതൊക്കെ എങ്ങനെ നടപ്പിലാക്കണമെന്ന് വിശദമായി ചർച്ച ചെയ്ത് അത് ഈ ബന്ധപ്പെട്ട ആൾക്കാരോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചാൽ മതി. അതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് പുതിയ ചാർജ് എടുക്കാൻ പോകുന്ന കമ്മിറ്റി ഏൽപ്പിക്കാമെന്നാണ് എൻ്റെ സജഷൻ.